സുനന്ദ പുഷ്കർ കേസിൽ ശശി തരൂരിന് ഇടക്കാല മുൻകൂർ ജാമ്യം അനുമതിയില്ലാതെ രാജ്യം വിട്ടു പോകരുത് എന്നും കോടതി പറഞ്ഞു. വിവരങ്ങളുമായി ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണികൃഷ്ണൻ, വിശദാംശങ്ങൾ എന്താണ്? സനീഷ്, സുനന്ദ പുഷ്കർ കേസിൽ ശശി തരൂരിന് ഭാഗിക ആശ്വാസമാകുന്ന തീരുമാനമാണ് പട്ടേൽ ഹൗസ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇന്ന് ശശി തരൂരിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിലാണ് കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ശശി തരൂരിന് ഇടക്കാല മുൻകൂർ ജാമ്യം കോടതി അനുവദിച്ചിരിക്കുകയാണ്. ഇതിന് മുന്നോടിയായി വെച്ചിരിക്കുന്ന ഉപാധികൾ, ഒന്നാമത്തെ ഉപാധി ശശി തരൂർ കോടതിയുടെ അനുമതിയില്ലാതെ രാജ്യം വിട്ടു പോകരുത് എന്നുള്ളതാണ്. മാത്രമല്ല 1 ലക്ഷം രൂപയുടെ ബോണ്ട് സമർപ്പിക്കുകയും വേണം. ഏതെങ്കിലും തരത്തിൽ തെളിവ് നശിപ്പിക്കാൻ ശ്രമിക്കരുതെന്ന ഒരു നിർദ്ദേശവും താക്കീതും കൂടി ശശി തരൂരിന് നൽകിയിട്ടുണ്ട് കോടതി. ഏതായാലും അടുത്ത ദിവസം 7-ാം തീയതി ശശി തരൂർ കോടതിയിൽ നേരിട്ട് ഹാജരാകണമെന്നാണ് നേരത്തെ വിചാരണ കോടതി ഉത്തരവിട്ടിരുന്നത്. അന്ന് കോടതിയിൽ ഹാജരാവുകയാണെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുമോ എന്ന ആശങ്ക ശശി തരൂരിന്റെ അഭിഭാഷക സംഘത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരുന്നത്. ഇപ്പോൾ മുൻകൂർ ജാമ്യം ലഭിച്ചതോടുകൂടി ഇനി 7-ാം തീയതി നേരിട്ട് ഹാജരാകാൻ തന്നെയാണ് തരൂരിന്റെ തീരുമാനം. അങ്ങനെ ഹാജരായാൽ കൂടിയും ഒരു കാരണവശാലും തരൂരിനെ അറസ്റ്റ് ചെയ്യാൻ കഴിയുകയില്ല. അദ്ദേഹത്തിന് അറസ്റ്റിൽ നിന്നും വിലക്ക് കോടതി ഏർപ്പെടുത്തിയത് കൊണ്ട് തന്നെ രാജ്യം വിട്ടു പോകരുതെന്ന ഒരു സാധാരണ രീതിയിലുള്ള ഉപാധി മാത്രമേ കോടതി മുന്നോട്ട് വച്ചിട്ടുള്ളൂ. ശശി തരൂരിനെതിരെ നേരത്തെ SIT വലിയ എതിർപ്പാണ് ഉന്നയിച്ചിരുന്നത്. അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം നൽകരുതെന്ന് കാട്ടി. ഇന്നലെ കേസിൽ വാദം നടന്നപ്പോൾ SIT പറഞ്ഞിരുന്ന കാര്യം, ശശി തരൂർ വിദേശത്തേക്ക് കടന്നു കളയാൻ സാധ്യതയുണ്ട്, വിദേശത്ത് പതിവായി പോകുന്ന ആളാണ്, മാത്രമല്ല ഈ കേസുമായി സഹകരിക്കാതെ വിദേശത്ത് കഴിയും. മറ്റൊരു കാര്യം, നാരായൺ സിംഗ്, ബജ്രംഗി തുടങ്ങിയ കേസിലെ പ്രധാനപ്പെട്ട സാക്ഷികൾ ഇപ്പോഴും ശശി തരൂരിന് കൂടിയാണ് ജോലി ചെയ്യുന്നത്, അവരെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്ന ഒരു ആരോപണം കൂടി SIT മുന്നോട്ട് വച്ചിരുന്നു. എന്നാൽ ഈ ആരോപണങ്ങൾ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം നൽകിയിരിക്കുന്നത്. ഈ ജാമ്യത്തെ എതിർത്തുകൊണ്ട് SIT ഹൈക്കോടതിയെ സമീപിക്കാൻ സാധ്യതയില്ലെന്നാണ് SIT വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചന. നന്ദി ഉണ്ണികൃഷ്ണൻ വിവരങ്ങൾക്ക്.